ഹലോ. ഹലോ. ആ ല്ലേ? അതെ. ഞാൻ നിങ്ങളെ കുറെ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു. ആ അപ്പൊ അതില് ചില കാര്യങ്ങളിൽ എനിക്ക് തോന്നിയത് സംസാരിക്കാൻ വേണ്ടി വിളിച്ചാണ്. ആയിക്കോട്ടെ. അപ്പൊ അതില് നിങ്ങള് ആധിപത്യത്തിന്റെ കാര്യം പറയുന്നുണ്ടല്ലോ. ആ അപ്പൊ അതില് മുമ്പുണ്ടായിരുന്നു, ഇസ്ലാം അത് നിരോധിച്ചില്ല, ഇപ്പൊ അതില്ലാന്നൊക്കെ പറയുന്നുണ്ടല്ലോ. യഥാർത്ഥത്തിൽ ഇപ്പോ അടിമത്തം നിരോധിച്ച് നിയമപരമായി നിരോധിച്ചിട്ടുണ്ടെങ്കിലും നിരോധിച്ചിട്ടുണ്ടെങ്കിലും അത് ഒരു അടിമ ഉടമ സമ്പ്രദായം ഇല്ലാതെ ലോകം നിലനിൽക്കില്ലല്ലോ. നിലനിൽക്കും. എങ്ങനെ? അതായത് ഇപ്പൊ എന്താണ് അടിമത്തം എന്ന് പറഞ്ഞാല്? അടിമത്തം എന്ന് പറഞ്ഞാൽ നമ്മള് ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുക, അതേപോലെ എല്ലാ ഉടമക്ക് മൊത്തത്തില് അടിയറവ് പറഞ്ഞ് നിൽക്കുക എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ഇല്ലാതെ ലോകം നിലനിൽക്കുന്നില്ലേ? അല്ല, അങ്ങനെ ഇല്ലാന്നുണ്ടെങ്കിലും ഞാനിപ്പോ യുഎഇല് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അറബ് കൺട്രീസിലുള്ള കോൺട്രാക്ട് ലേബറുകളൊക്കെ അടിമത്തത്തിന്റെ ചില അംശങ്ങൾ പേറുന്നുണ്ട്. അതൊരു സത്യമാണ്. അത് മോഡേൺ സ്ലേവറി എന്ന രീതിയിൽ ഇല്ലാതാക്കേണ്ടുന്ന തിന്മയായിട്ട് തന്നെയാണ് ലോകം കാണുന്നത്. അതല്ല, അത് അറേബ്യൻ കൺട്രിയിൽ മാത്രമല്ല. അറേബ്യൻ കൺട്രിയിൽ മാത്രമേ ഉള്ളൂ. അല്ലല്ല, മൊത്തത്തിൽ ഞാനിപ്പോ ഒരു ലേബറിന്റെ ഇല്ല, ഒരിടത്തും ഫോഴ്സ് ലേബർ സാധനമില്ല. അതായത് ബോണ്ടുകളില്ലേ, ലേബർ ബോണ്ടുകള്, അതൊക്കെ നിയമവിരുദ്ധമാണ്. അതല്ല, അതായത് മണിക്കൂറിന് ലേബർ കിട്ടും. നിങ്ങൾക്ക് ഏത് വിധത്തിൽ നിങ്ങൾക്ക് തൊടിയിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് കിട്ടും. അതേപോലെ നിങ്ങൾക്ക് അത് ഒരു പർട്ടിക്കുലർ വർക്കിന് വേണ്ടിയിട്ട് ഒരു എഗ്രിമെന്റ് ആണ്. അല്ലാതെ നമ്മളിപ്പോ ഒരു എംപ്ലോയർ അടുത്ത് ജോലിക്ക് കയറുമ്പോ 2 കൊല്ലത്തേക്ക് 3 കൊല്ലത്തേക്ക് ബോണ്ട് എഴുതണം എന്ന് പറയണത് നിയമവിരുദ്ധമാണ്. അല്ലേ, ഞാൻ കാണുന്ന കാഴ്ചകള് ഇങ്ങനെയാണ്. അതായത് ഒരു മണിക്കൂറിന് നിങ്ങൾക്ക്, അതായത് ഈ വ്യക്തി, അതായത് ആഫ്രിക്കൻ രാജ്യങ്ങളിലുള്ള ആളുകള് ഇവിടെ ഈ ഒരു ലേബർ സപ്ലൈ എന്ന് പറയുന്ന കമ്പനികളിൽ അവര് നോർമലി അവര് വിദ്യാഭ്യാസം വളരെ കുറവുള്ളതും ഒന്നും ചെയ്യാനില്ലാതെ, അതായത് തീരെ ഇതില്ലാത്ത ആളുകളാണ്. അപ്പൊ അങ്ങനത്തെ അവര് വലിയ ഒരു കമ്പനി മൊത്തത്തിൽ ആഫ്രിക്കയിൽ നിന്നും മറ്റുള്ള പാവപ്പെട്ട രാജ്യങ്ങളിൽ നിന്നും റിക്രൂട്ട് ചെയ്ത് കൊണ്ടുവന്ന് അവര് ഇവിടെ വെച്ചുകൊണ്ട് അവര് മണിക്കൂറിനും ദിവസത്തിനും അല്ലെങ്കിൽ മാസത്തിനും അവര് വേറെ ഒരു വീട്ടിലേക്കോ അല്ലെങ്കിൽ വല്ല തൊടിയിൽ വർക്ക് ചെയ്യാനോ വേണ്ടിയിട്ട് അവര് അത് കൊടുക്കുകയാണ്. അപ്പൊ അവര് കൊടുക്കുന്ന ഈ ഒരു കമ്പനി കൊടുക്കുമ്പോ യഥാർത്ഥത്തിൽ അതിന്റെ ഫലത്തിൽ വരുന്നത് അടിമത്തം. ഇതൊരു അല്ല, എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതൊക്കെ എങ്ങനെയാണ് അടിമത്താണെന്ന് പറയാൻ പറ്റുക? ലേബർ കോൺട്രാക്ട് അല്ലെങ്കിൽ മാൻ പവർ സപ്ലൈ എന്ന് പറയുന്ന ബിസിനസ്സിൽ ഏതെങ്കിലും മനുഷ്യാവകാശങ്ങൾ ലംഘിക്കപ്പെടുകയോ ചൂഷണം നടത്തുകയോ ചെയ്യണമെങ്കിൽ അത് നിയമവിരുദ്ധമാണ്. ഞാൻ പറയട്ടെ. അതാ പറഞ്ഞത്, അവകാശങ്ങൾ ലംഘിക്കുന്നതെല്ലാം തെറ്റാണ്. അവകാശങ്ങൾ ലംഘിക്കുന്ന പല പ്രശ്നങ്ങളും എല്ലായിടത്തും ഉണ്ട്. ഇപ്പൊ നമ്മളെ മക്കയിലെ മദീനയിൽ, ഇപ്പൊ സൗദി അറേബ്യയിലൊക്കെയുള്ള 2 കൊല്ലത്തേക്കുള്ള എഗ്രിമെന്റ് വിസ, അത് മോഡേൺ സ്ലേവറിയുടെ ഭാഗമായിട്ട് പരിഗണിക്കേണ്ടത്. കഫാലത്ത് എന്ന് പറഞ്ഞ സാധനം. ഞാൻ പറയട്ടെ, അത്തരം പ്രശ്നങ്ങൾ ലോകത്തിപ്പോഴും ബാക്കിയുണ്ട്. ഞാൻ പറയട്ടെ, നിങ്ങൾ പറയുന്നത് പോലെയുള്ള പല പ്രശ്നങ്ങളും ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. പറയട്ടെ, ആ പ്രശ്നങ്ങൾ അത് തെറ്റാണെന്നും അത് പ്രശ്നമാണ് എന്നുള്ളതാണ് ലോകത്തിന്റെ കാഴ്ചപ്പാട്. അതന്നെ പ്രശ്നമാണ്. പക്ഷെ അത് ആ ഒരു സന്തുലിതാവസ്ഥ നിലനിന്ന് നിൽക്കുക. അത് എങ്ങനെ ലോകത്തിന്റെ ഒരു മനുഷ്യനെ ഈ പറയുന്ന പ്രശ്നത്തിൽ പോലും ഇതിലൊരു സ്ലേവറിയുടെ എലമെന്റ് ഇല്ല. സ്ലേവറി അല്ല ഇത്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു കാഷ്വൽ ലേബർ, ഒരു എന്താ പറയാ, ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ആള് ഒരു കമ്പനി ആയിട്ട് ഒരു ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. അപ്പൊ അവർക്ക് പല ആളുകൾക്ക് പല ജോലി, ഓരോ ദിവസം ഓരോ ജോലി, കാഷ്വൽ ലേബർ എന്നുള്ള രീതിയിലുള്ള ജോലിയാണ് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ എവിടെയാണോ ജോലി ഉള്ളത് അവിടെ പോയി നിങ്ങൾ ജോലി ചെയ്യുന്നു, നിങ്ങൾ അതിന്റെ കൂലി മേടിക്കുന്നു. ഇതിനകത്ത് തൊഴിൽ ചൂഷണം നടക്കുന്നുണ്ടെങ്കിൽ അത് നിയമവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. തൊഴിൽ ചൂഷണം എന്ന് പറയുന്നത് മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. അത് ക്രിമിനൽ കുറ്റമാണ്. നിങ്ങൾ പറയട്ടെ, ഞാൻ ചോദിക്കട്ടെ, നാട്ടില് മൊത്തം മദ്യനിരോധനം. ഒരു മിനിറ്റ്. പലിശ ഇല്ലാതെ ഇതേ സാധനം നിങ്ങൾക്ക് പലിശയുമായി ബന്ധപ്പെട്ട് പറയാൻ പറ്റുമോ?
അല്ലല്ല, ഞാൻ ഒറ്റ കാര്യം കൂടി പറയട്ടെ. ഈ സംഭവം തന്നെ പണ്ട് കാലത്തും നല്ല രീതിക്ക് നിന്നിരുന്ന അടിമകൾ ഉണ്ടായിരിക്കാം. അതായത് അവരുടെ അവകാശം. സുഹൃത്തെ, അടിമത്തം എന്ന് പറയുന്നത് ഇവിടെ ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന പ്രശ്നങ്ങളിലൊന്നും ഒരു മനുഷ്യന്റെ ഉടമസ്ഥാവകാശം മറ്റൊരു മനുഷ്യന്റെ കയ്യിലല്ല. അല്ലല്ല, ഞാൻ പറയണത് ഒരു നോർമലായിട്ട് മൊത്തത്തിലൊന്ന് നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോ അന്ന് കാലിൽ ചെങ്ങലൊക്കെ ഇട്ടിങ്ങാണ്ട് കെട്ടി ഇട്ടിരുന്ന അടിമയുണ്ടായിരുന്നിരിക്കാം. പക്ഷെ ഈ അന്നത്തെ കാലത്ത് എല്ലാ ഭക്ഷണങ്ങളും എല്ലാ ഇതും കൊടുത്ത് നല്ല നിലക്കുണ്ടായിരുന്ന അടിമകൾ അന്നുണ്ടായിരിക്കാം. അതിന്റെ ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇന്ന് ലോകത്തിൽ നടക്കുന്ന ഈ ലേബർ സംഭവം. ആണ്. നിങ്ങൾ ഉദാഹരണം പറഞ്ഞിട്ട് കാര്യമില്ല. നോക്കൂ, നിങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ, നിങ്ങൾ തീരെ പറയാൻ സമ്മതിച്ചില്ലെങ്കിൽ എങ്ങനെയാ? നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നിലവിൽ, അതായത് അടിമത്തം എന്ന് പറയുന്നത് അത്ര പ്രശ്നമുള്ള ഒരു കാര്യമൊന്നുമല്ല. അത് വളരെ നല്ല രീതിയിൽ കൊണ്ടുനടക്കേണ്ടതാണ്. അതില്ലാതെ നിലനിൽക്കൂല എന്നൊക്കെയാണ് നിങ്ങൾ പറയാൻ ശ്രമിക്കുന്നത്. അതെന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ ഇസ്ലാമിൽ അടിമത്തം അനുവദനീയമായി ഇന്നും നിലനിൽക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് അതിനെ തള്ളിക്കളയാൻ പറ്റില്ലാത്തതുകൊണ്ടാണ്. ഇതിനെ നമ്മൾ പോസ്റ്റ് പർച്ചേസ് റാഷണലൈസേഷൻ എന്നാ പറയാം. അല്ലേ, ഞാൻ അങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് സംസാരിക്കല്ല, ആണ് റിയാലിറ്റി പറയാണ്. നോക്കൂ, ഒരു മിനിറ്റ് നമ്മൾ നിലപാട് പറയൂ. അടിമത്തം എന്ന് പറയുന്നത് ഏറ്റവും മോശമായിട്ടുള്ള ഒരു വ്യവസ്ഥിതിയാണ്. നിങ്ങൾക്ക് സംശയമുണ്ടോ? അന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ആണ്? ഇല്ല, നല്ല രീതിക്ക് ഒരു അടിമത്തം ഇല്ല. നല്ല രീതിക്ക് ഒരു അടിമത്തം ഇല്ല. അല്ലല്ല, ഉണ്ടായിരുന്നിരിക്കാം. നല്ല രീതിക്ക് ഒരു അടിമത്തം എന്നൊരു അടിമത്തം ഇല്ല സുഹൃത്തെ. അടിമത്തം തന്നെ ഇറ്റ്സെൽഫ് അതൊരു മോശം കാര്യമാണ്. അതന്നെ അടിമത്തം. പക്ഷെ അതിന്റെ മോഡൽ ഞാൻ പറഞ്ഞത് ഈ പണ്ട് കാലത്ത് സുഹൃത്തെ, നിങ്ങൾ എങ്ങോട്ടായി പോകുന്നത്? അടിമത്തം എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയാണ്. അതില് ഏതൊക്കെ രീതിയിൽ ഞാൻ പറയട്ടെ ഒരു ഉടമയും അടിമയും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് എന്ന് നോക്കിയിട്ടല്ല അടിമത്തം എന്ന് പറയുന്ന വ്യവസ്ഥിതിയെ മാർക്കിടുക. അടിമത്തം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ പൂർണ്ണമായ അവകാശം, ഉടമസ്ഥാവകാശം മറ്റൊരു മനുഷ്യന് കീഴ്പ്പെട്ട് കിട്ടുന്ന ഒരു അവസ്ഥയാണ്. ഈ മനുഷ്യന് ആ വ്യവസ്ഥിതി മോശമാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ട്? അത് മോശമാണെന്ന് പറയാൻ എന്താ നിങ്ങൾക്ക് ബുദ്ധിമുട്ട്? നല്ലതാണ് നിങ്ങൾ പറയണ്ടോ അല്ലേ എന്നുള്ളതല്ല. ആ മോശമായ വ്യവസ്ഥിതി ഇസ്ലാമിൽ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതാണ് പ്രശ്നം. അല്ലല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇസ്ലാമിനെ പ്രൊട്ടക്ട് ചെയ്യുന്നില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം ആദ്യം നിങ്ങളോട്. ഞാൻ അതല്ല, പക്ഷെ നിങ്ങൾ ഫലത്തിൽ ചെയ്തോണ്ടിരിക്കുന്ന അതാണ്. ലോകത്തിന്റെ ഒരു കുത്തൊഴുക്കിന് സംഭവിച്ചു പോകുന്ന മാറ്റങ്ങളെ ഇതിന് സംഭവിച്ചിട്ടുള്ളൂ. കാരണം എന്താണെന്നറിയോ, ഇപ്പൊ രണ്ട് പോത്തുകൾ, ഒരു പോത്തുകുട്ടിനോട് പറയാണ്, എന്റെ കാട്ടുകാരന്മാരൊക്കെ കിലോമീറ്ററുകളോളം കാളവണ്ടിയിൽ വലിച്ചിരുന്നു. അതേപോലെ അവർ ഒരുപാട് നേരം വെളുത്ത് വൈകുന്നേരമാകുന്നവരെ പാടത്ത് ഉഴുതുമറിച്ചിരുന്നു. അതേ സമയത്ത് ഇപ്പോ നമുക്ക് നിനക്ക് അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ മോഡേൺ, അതായത് ട്രാക്ടറും ഇതിനായിട്ടാണ് നിങ്ങൾ കമ്പയർ ചെയ്യുന്ന അടിമത്തത്തെ? അല്ല, എന്താ അറിയോ, നമ്മള് ഒരു മനുഷ്യന്റെ നോക്കൂ ഞാൻ എന്നെ സംബന്ധിച്ച് അല്ല, അത് കംപ്ലീറ്റ് ചെയ്യാൻ പോലും ഇല്ല സുഹൃത്തെ. ഇതിനോടാണോ നിങ്ങൾ മനുഷ്യന്റെ അനുസരിച്ച് അന്ന് മൃഗങ്ങളായാലും സഫർ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ മൃഗങ്ങൾക്ക് അത്ര ഉണ്ടോ? ഇല്ലല്ലോ. അതേപോലത്തെ ഒരു വ്യത്യാസം ഇതിന് സംഭവിച്ചിട്ടുള്ളൂ. പക്ഷെ സ്ലേവറി എന്ന് പറയുന്നില്ലെങ്കിലും അത് അതിന്റെ ഒരു ഭാഗവാക്കായിട്ട് ഇന്നും ഭൂമിയിൽ നിലനിൽക്കുന്ന സ്ലേവറി എന്ന് പറയുന്ന സിസ്റ്റം ഭൂമിയിൽ നിലനിൽക്കുന്നുണ്ടോ ഇല്ലെന്നുള്ളതല്ലോ സുഹൃത്തെ. അതാ ഞാൻ പറഞ്ഞുതരാം. നോക്കൂ, ഈ ഓരോ കാര്യത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളാണ് പ്രധാനം, നിങ്ങളുടെ നിലപാടാണ് പ്രധാനം. അടിമ ഉടമ എന്ന് പറയുന്നത് ഏറ്റവും മോശമായിട്ടുള്ള വ്യവസ്ഥിതിയാണ്. അത് ഇല്ലീഗലാണ്. അത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിയമവിരുദ്ധമാണ്, ക്രിമിനൽ കുറ്റാണ്. ആളുകളുടെ മുതുകത്ത് നമ്പർ ഇട്ടുങ്ങാണ്ട് വർക്ക് ചെയ്യിക്കുന്ന ക്രിമിനൽ കുറ്റാണ്. അതല്ല, നമ്പർ ഇട്ടിട്ട്, അതായത് ലേബേഴ്സിന്റെ ഇത്ര നമ്പർ ഇട്ടിട്ട് വർക്ക് ചെയ്യിപ്പിക്കുന്ന കമ്പനികളില്ലേ, അതാണോ അടിമത്തം? അല്ലല്ല, അടിമത്തല്ല. അത് അതുപോലെ നിങ്ങൾ എന്താണ്, ഒരു മിനിറ്റ്, നിങ്ങൾ തീരെ എന്നെ പറയാൻ സമ്മതിച്ചാലേ ശരിയാവില്ല. നിങ്ങൾ പറഞ്ഞു കേട്ടോളി. അടിമത്തം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥിതിയാണ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പറയട്ടെ, നിങ്ങൾ പറയുമ്പോൾ ഞാൻ അതൊക്കെ കേൾക്കുകയാണ്, മനസ്സിലായി? അടിമത്തം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥിതിയാണ്. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ കീഴ്പ്പെട്ടു പോവുക. അയാളുടെ ചന്തയിൽ കൊണ്ടുപോയി വിൽക്കാവുന്ന പോത്തിന്റെയും കാളയുടെയും അതേ ഗണത്തിൽ മറ്റു ഒരു വിഭാഗം മനുഷ്യർ നിലനിൽക്കുക. ഇതാണ് ആ വ്യവസ്ഥിതി. ആ വ്യവസ്ഥിതി ഒരു ദുഷിച്ച വ്യവസ്ഥിതിയാണെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടോ? ഇല്ല, സംശയമില്ല. ആ വ്യവസ്ഥിതി ഇസ്ലാം ആ കാലഘട്ടത്തിൽ അനുവദിച്ചു. ഈ കാലഘട്ടത്തിലും അതിന്റെ ഹുക്മ് ഹലാലാണ്.
ഇതാണ് ഇസ്ലാമുമായി ബന്ധപ്പെട്ട അടിമത്തത്തിലുള്ള വിമർശനം. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അതാണ് വിമർശനം. അതിൽ നിങ്ങൾക്ക് എന്താ പറയാനുണ്ടോ? ഞാൻ അതിനെ ഇസ്ലാമിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ഇതല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ഇസ്ലാമിനെ പ്രൊട്ടക്ട് ചെയ്യല്ല, എല്ലാരും നമ്മൾ ഈ പിന്നെ ഒരു സിനിമയുണ്ട്, എന്താ പറയാ, ഇൻ ഹരിഹർ നഗർ എന്ന് പറഞ്ഞ സിനിമയില് ജഗദീഷ് പോയിട്ട് മറ്റേ ചങ്ങായിനെ തട്ടിമുട്ടി വീഴ്ത്തി അവസാനം എഴുന്നേറ്റിട്ട് ഞാൻ മാത്രമല്ല അവരൊക്കെ ഉണ്ട് എന്ന് പറയുന്ന ഒരു ഏർപ്പാടാണ് ഇപ്പൊ നിങ്ങൾ ചെയ്യണത്. അതാണത് രംഗം ഞാൻ വേണമെങ്കിൽ അങ്ങനെ വെറുപ്പോ വിദ്വേഷമോ വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ അല്ല സുഹൃത്തെ. നിങ്ങൾ ഇസ്ലാം ഹലാലാക്കിയ ഒരു കാര്യം തെറ്റാണ് അല്ലെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ കഴിയും എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ആ ചിന്തയെ ശമിപ്പിക്കാൻ, ആ ചിന്തയെ തൃപ്തിപ്പെടുത്താനുള്ള ചില ഗവേഷണങ്ങൾ നടത്തുകയാണ്. ഇനി ആധുനിക ലോകത്ത് പറയാം ആധുനിക ലോകത്ത് പറയട്ടെ, ഞാൻ പറയട്ടെ, ആധുനിക ലോകത്ത് മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു മനുഷ്യന്റെ അവകാശങ്ങളെയും സ്വാതന്ത്ര്യവും ഹനിക്കുന്ന എന്തൊക്കെ വ്യവസ്ഥിതി ഉണ്ടോ അതൊക്കെ തെറ്റാണ് എന്നുള്ള കൺസെപ്റ്റ് ഉണ്ട്. നിലപാട് അതാണ്, അത് തെറ്റാണ്. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ അടിമയാക്കി വെക്കുന്നത്, അയാളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്നത് ക്രിമിനൽ കുറ്റാണ്. അത് നിലപാടാണ്. പറയട്ടെ സുഹൃത്തെ, ഞാൻ പറയട്ടെ. അപ്പൊ ചില ആളുകൾ ഈ ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്യുന്നവരുണ്ട്, ചില ആളുകൾ മോശമായിട്ടുള്ള കാര്യങ്ങൾ പ്രവണത ചെയ്യുന്നു. ഇപ്പൊ ആളുകളെ കൊല്ലുന്ന മനുഷ്യന്മാരുണ്ട്. അതുകൊണ്ട് നമുക്ക് കൊല്ലാതെയൊക്കെ ജീവിക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റുമോ? അതാ ഞാൻ പറഞ്ഞ കൊലപാതകം എന്ന് പറയുന്ന ആ ഒരു വിഷയത്തോടുള്ള നമ്മുടെ നിലപാട് എന്താണ്? അതൊരു മോശമാണോ അല്ലേ? ഇതാണ് നിലപാട്. ഇസ്ലാമിന്റെ അടിമത്തത്തോടുള്ള നിലപാട് എന്താ? ഇത്രേ ഉള്ളൂ, സിമ്പിൾ ആയിട്ട് ചോദ്യമുള്ളൂ. ഇസ്ലാം എന്ന് പറയുന്ന മതത്തിന് പറയട്ടെ അല്ല, നിങ്ങൾ ഞാൻ പറയണത് കേൾക്കുന്നില്ല, കേൾക്കാൻ സമ്മതിക്കുന്നില്ല. നിങ്ങൾ നോക്കൂ, ഒരു ഉദാഹരണം കൂടി ഞങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും, ലളിതമായിട്ട് മനസ്സിലാവും. പലിശ എന്ന് പറയണത് ഒരു നല്ല കാര്യമാണോ മോശം കാര്യമാണോ? മോശം കാര്യമാണ്. പലിശ ഇല്ലാതെയൊക്കെ മനുഷ്യന്മാർക്ക് ജീവിക്കാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. അത്രേ ഇത് വരുന്നുള്ളൂ. പലിശ പോലെയാണ് ഇത് വരുന്നത്. അല്ലല്ല, ഞാൻ പറഞ്ഞത് അന്ന് ആളുകൾ അപ്പോഴും വിനിമയങ്ങൾ കുറവായിരുന്നു. ഇന്ന് വിനിമയങ്ങൾ കൂടി, അപ്പൊ അതിനനുസരിച്ച് പലിശയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും കൂടി. അതേപോലെ അന്ന് അടിമത്തത്തിന്റെ ഏറ്റവും മൂർധന്യ ലെവലിലായിരുന്നു നിന്നിരുന്നത്. ഇന്ന് കാലത്തിന്റെയും ഒഴുക്കിനനുസരിച്ച് അതൊന്ന് മോഡേൺ വൽക്കരിച്ചു എന്നല്ലാതെ അടിമത്തത്തിന്റെ എല്ലാ ഭാഗങ്ങളും നടക്കുന്ന നിങ്ങൾ കണ്ണടച്ച് ഇരുട്ടാക്കുന്നത് പോലെയാണ്. അടിമത്തത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഉണ്ടാവില്ല. പറഞ്ഞുതരാം. അങ്ങനെയൊന്നുമല്ല. നിങ്ങളിപ്പോ അവിടെ ജോലി ചെയ്യുന്നില്ലേ? പുറത്തല്ലേ? നിങ്ങളൊരു കഫീലിന്റെ കീഴില് വിസയിലല്ലേ? അതെ. നിങ്ങൾക്ക് കഫാലത്തുണ്ടോ? അതോ നിങ്ങൾ ഫ്രീ ലേബർ ആണോ? അല്ല, നമ്മൾ കഫീലിന്റെ കമ്പനിയാണ്. മോഡേൺ സ്ലേവറിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രാബല്യത്തിലുള്ള ഒരു സിസ്റ്റമാണ് ഈ കഫാലത്ത് പറയുന്നത്. അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വ്യക്തിയുടെ കീഴിലുള്ള ജോലിക്കാരനായിട്ട് അതിൽ ഇത്ര കാലം നിർബന്ധമായിട്ട് നിൽക്കണമെന്നും അതിൽ നിന്ന് മാറിപ്പോകാൻ നിങ്ങൾക്ക് അവകാശമില്ല എന്നുള്ള അവസ്ഥ. ലോകത്ത് നടക്കുന്ന ലേബർ കോൺട്രാക്ട് അല്ല, ലേബർ കോൺട്രാക്ടുകൾ വേറെയാണ്. കോൺട്രാക്ട് ലേബേഴ്സ് പറഞ്ഞുതരാം. ബോണ്ടഡ് ലേബർ എന്നതിന് പറയാം. ബോണ്ടഡ് ലേബർ മോഡേൺ സ്ലേവറിയുടെ ഭാഗമായിട്ട് എണ്ണുന്ന സാധനമാണ്. നിരോധിക്കേണ്ട കാര്യമാണ്. അത് തെറ്റായിട്ട് മനുഷ്യന്മാർ വിലയിരുത്തുന്നതും നിലപാടെടുത്തിട്ടുള്ളതുമാണ്. കേൾക്കുന്നില്ല. നിങ്ങൾ പറയുന്ന ഭാഗങ്ങൾ കേൾക്കുന്നില്ല. പറയുന്ന ഭാഗം ക്ലിയർ ആവുന്നില്ല. ലേബർ ബോണ്ട് എന്ന് വെച്ചിട്ടുള്ളൊരു സിസ്റ്റം ഞാനിവിടെ കേട്ടിട്ടില്ല. ബോണ്ട് ലേബർ എന്നാണ് ഇതിനൊക്കെ പറയാ. അതായത് 3 വർഷം. ആ 3 വർഷം നിങ്ങൾ വേറെ ഒരു വർക്കിന് പോകാൻ പാടില്ല. ബോണ്ടഡ് ലേബർ എന്ന് പറയുന്ന സാധനം തെറ്റാണ്. ഒരാൾക്ക് അതിന്റെ ഇടയിൽ ഒരാൾ ജോലിക്ക് കയറി അയാൾക്ക് 2 മാസം നോക്കി ആൾക്കത് പറ്റുന്നില്ലെങ്കിൽ വിട്ടിട്ട് പോകാനുള്ള ഓപ്ഷൻസ് അവിടെ ഉണ്ടാവണം. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഇങ്ങനെ ഒരു ഭാഗത്താണ്. നിങ്ങൾ പറയുന്ന വോയിസ് എനിക്ക് മുറിഞ്ഞാണ് കേൾക്കുന്നത്. നിങ്ങൾ എന്തോ ഒരു കൂട്ടിനകത്ത് കയറി റേഞ്ച് പോയ പോലെ. ഇല്ല, ഇപ്പോഴും അതേപോലെ തന്നെ. നിങ്ങൾ കട്ട് ചെയ്തിട്ട് വിളിക്കും.
ഇനി പറയും. അല്ലേ ഇപ്പോ നമ്മള് എന്നെ നിങ്ങളൊരു വശത്താക്കിയിട്ട് ചിന്തിക്കണ്ട. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. സുഹൃത്തെ, ഞാൻ ഇതൊക്കെ ചിന്തിക്കാത്ത ആളല്ലേ. നിങ്ങൾ എന്താ അറിയോ, ഞാൻ പറയണത് കേൾക്കൂ. ഒരു കാര്യം, അടിമത്തം എന്ന് പറയുന്ന വ്യവസ്ഥിതി തെറ്റാണോ അല്ലേ? അത് തെറ്റാണ്. ആ തെറ്റായ അടിമത്ത വ്യവസ്ഥിതി ഇസ്ലാം അതിനെ തെറ്റായിട്ട് അന്നും കണ്ടിട്ടില്ല, ഇന്നും കണ്ടിട്ടില്ല, തെറ്റായിട്ട് പരിഗണിച്ചിട്ടില്ല. ഇതാണ് എന്റെ ആക്ഷേപം ഇസ്ലാമിനോടുള്ളത്. അതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? അത് കറക്റ്റ് ആണ്. അത് തെറ്റ് നമ്മൾ കാണുന്നുണ്ടാവും. ഇനി പറഞ്ഞുതരാം ഇതെപ്പോഴാണ് ഇസ്ലാം, പർട്ടിക്കുലർലി ഇസ്ലാം എപ്പോഴാണ് വിമർശന വിധേയമാകുന്നതെന്നും കൂടി പറഞ്ഞുതരാം. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടനുസരിച്ച് എല്ലാ കാലത്തേക്കുമുള്ള ഏറ്റവും ഉത്തമമായ നിയമവ്യവസ്ഥിതി മുഹമ്മദ് നബിയോടുകൂടി പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്, ഇല്ലേ? ഹറാമും ഹലാലും നിർണയിക്കപ്പെട്ടിട്ടുണ്ട്. മുഹമ്മദ് നബി ഹലാലാക്കിയ ഒരു കാര്യം, മുഹമ്മദ് നബിയുടെ കാലത്തുണ്ടായിരുന്ന മുഹമ്മദ് നബി ഹലാലായിട്ട് നിലനിർത്തിയ ഒരു കാര്യം, അല്ലെങ്കിൽ അള്ളാഹ് ഹലാലാക്കിയ ഒരു കാര്യം പിന്നീട് കാലക്രമേണ ഹറാമാക്കാൻ കഴിയുമോ? പലിശ ഹലാലാണ്. ഇപ്പൊ പലിശ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് അറിയാം. പലിശ എന്ന് പറയുന്നത് ലോകക്രമത്തിൽ ഭയങ്കരമായിട്ടുള്ള പരിവർത്തനങ്ങൾക്ക് വിധേയമായി പണ്ടത്തെ വട്ടിപ്പലിശക്കൊക്കെ മാറി വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഗവൺമെന്റ് റെഗുലേഷനോട് കൂടിയുള്ള പലിശ സംവിധാനം ബാങ്കിങ് നിലവിൽ വന്നു. പലിശ ഒരു സാർവത്രികമായിട്ടുള്ള കാര്യമാണ്. പലിശ അതുകൊണ്ട് അനുവദനീയമാണ് എന്ന് സാർവത്രികമായിട്ടുള്ള ഒരു കാര്യമാണ് ഇതും. ഈ അല്ല പറഞ്ഞുതരാം. അത് തമ്മിലുള്ള വ്യത്യാസങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങളൊന്ന് ക്ഷമയോടെ കേട്ടോളി. ഈ പലിശ ഇത്രയും സാർവത്രികമായി ഇതില്ലാതെ മനുഷ്യർക്ക് ജീവിക്കാൻ പോലും കഴിയാത്തൊരു സിറ്റുവേഷനിൽ എത്തുമ്പോൾ പോലും പലിശ ഹറാമാണ് എന്നുള്ള ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ മാറ്റണ്ടോ? അത് മാറ്റം വരുത്താൻ കഴിയുമോ മനുഷ്യന്മാർക്ക്? ഇല്ല. അത് അതിനോടുള്ള നിലപാട്, അത് ഹറാമൊന്നുമല്ല എന്നൊരു നിലപാട് എടുക്കാൻ ഇസ്ലാമിന് കഴിയുമോ? കാരണം അള്ളാഹു വളരെ നിർണിതമായിട്ട് ഹറാമാക്കിയ സാധനമാണ്, അല്ലേ? എന്നതുപോലെയാണ് അടിമത്ത വ്യവസ്ഥിതി അനുവദനീയമായി നിലനിർത്തിയ ഒരു സാധനമാണ്. അള്ളാഹു അനുവദനീയമാക്കിയ ഒരു കാര്യം ഹറാമായിട്ട് ഗണിക്കാൻ അള്ളാഹിന്റെ റസൂലിന് വരെ അവകാശമല്ല. ആ ഒരു സിസ്റ്റത്തിൽ ആ ഒരു ആശയം നിലനിൽക്കുമ്പോൾ ആ അവകാശവാദമാണ് ഈ വിമർശനത്തിന്റെ ആധാരം. അല്ലാതെ ഒരു കാലഘട്ടത്തിൽ അടിമത്തം ഉണ്ടായിരുന്നു, അത് മനുഷ്യരിപ്പോ ഇല്ലാതാക്കി, അത് കുറഞ്ഞുകൊണ്ടുവരുന്നു, അത് ഒരു പരിധിവരെ നിയമവിരുദ്ധമാക്കി, പറയട്ടെ, നിയമവിരുദ്ധമാക്കി, ഇനിയും അതിന്റെ ചില അവശിഷ്ടങ്ങൾ, അതിന്റെ ചില ചെറിയ ചെറിയ ചില മാനസികാവസ്ഥകൾ, അതിന്റെ ചില സൂചനകളൊക്കെ അവിടെ ഇവിടെ ആയിട്ടുണ്ട്. അതിനെ നമ്മൾ മോഡേൺ സ്ലേവറി എന്ന് പറയുന്ന ഒരു അംബ്രല ടേമിൽ കൊണ്ടുവന്ന് അതൊക്കെ ലോകത്തുനിന്ന് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ മനുഷ്യർ ഏർപ്പെട്ടിരിക്കുന്ന കാലമാണ്. അല്ല, അപ്പൊ എങ്ങനെ ഈ കുറഞ്ഞവനും കൂടിയവനും ഇല്ലാതെ എങ്ങനെ നിലനിൽക്കുക? കുറഞ്ഞവനും കൂടിയവനും എന്നാണ് എന്താ ഉദ്ദേശം? എനിക്ക് മനസ്സിലായില്ല. മനുഷ്യാവകാശങ്ങളിൽ കുറഞ്ഞവനും കൂടിയതോ? മുതലാളിയും തൊഴിലാളി ഇല്ലാതെ. മുതലാളിയും തൊഴിലാളി അല്ല സുഹൃത്തെ അടിമത്തം, അടിമയും ഉടമയും. അതല്ല ഞാൻ പറയുന്നു. പക്ഷെ ഞാൻ പറഞ്ഞത് അടിമത്തം പോലെ തന്നെ ബിലാലിന്റെ നെഞ്ഞത്ത് കല്ല് വെച്ച് അതൊക്കെ വേറെ കഥയാണ്. അതിലേക്കൊക്കെ പോയ ആകെ കോംപ്ലിക്കേഷൻ ആവും. അത് അങ്ങനെയൊക്കെ ഉണ്ട്. അല്ല, അന്നത്തെ കാലത്തും നല്ല ബിലാലിന്റെ നെഞ്ചത്ത് കല്ല് വെച്ചത് എന്തിനാ? അത് കഅബയിലുള്ള വിഗ്രഹങ്ങളുടെ മുകളില് മലമൂത്ര വിസർജനം നടത്തി എന്നുള്ള ആക്ഷേപത്തിലാണ്. ഇനി ഞാൻ പറയാം. അപ്പൊ ഞാൻ പറയാം, ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഒരു വീട്ടില് ഞാനൊരു 3 മാസം ഉണ്ടായിട്ടുള്ളൂ. എനിക്കത് സെറ്റ് ആവില്ല തോന്നി ഞാൻ തിരിച്ചു വന്നു. അതെ, ഞാൻ ഗൾഫിൽ വർക്ക് ചെയ്ത് ഏതൊരാളോട് ചോദിച്ചു നോക്കി നിങ്ങള്. സുഹൃത്തുക്കൾ, മോഡേൺ സ്ലേവറി എന്ന് പറയുന്ന അംബ്രല ടേമിന്റെ വിശദീകരണങ്ങൾ പഠിച്ചു നോക്കിയും മോഡേൺ സ്ലേവറിയിൽ പറയപ്പെടുന്ന അതിന്റെ എലമെന്റ്സുകൾ ഏറ്റവും കൂടുതലുള്ളത് അറബ് ലോകത്താണെന്ന്. കാരണം അടിമത്തം ഹലാലാണ് എന്ന് ഗണിക്കുന്ന ഒരു മതത്തിന്റെ ആളുകളാണ് അവിടെ. ലോകത്തിന്റെ പ്രഷർ കാരണം അടിമത്തം നിരോധിച്ചു. സൗദി അറേബ്യയിൽ പോലും ഇന്നത്തെ കാലത്ത് പോലും മനുഷ്യരെ വാങ്ങാൻ കിട്ടുന്നതാണ് എന്റെ അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതുണ്ട് എന്ന് പറഞ്ഞാൽ അത് അടിമത്തമാണ്. അടിമത്തം മതപരമായി തെറ്റല്ല എന്ന നിലപാടുള്ളത് കൊണ്ടാണ് ഇന്നും അതൊക്കെ നടക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് BBC-യുടെ ഒരു കുറച്ച് മുൻപത്തെ ഒരു ഡോക്യുമെന്ററി ഞാൻ കണ്ടത്, നമ്മളിവിടെ OLX ഒക്കെ പോലത്തെ ഒരു ആപ്ലിക്കേഷനിൽ സ്ത്രീകളെ
വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ഇടപാട് നടക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത്. പിന്നീട് അത് നിരോധിച്ചോന്ന് എനിക്കറിയില്ല. സൗദി അറേബ്യയില് BBC ഡോക്യുമെന്ററി ഞാൻ പണ്ട് കണ്ടതാ. അപ്പം ഞാൻ പറയണത് നിയമവിരുദ്ധമാക്കുന്നതിന് ലോകക്രമത്തിൽ അടിമത്തം ഒരു ഏറ്റവും അങ്ങേയറ്റത്തെ മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള ഒരു സംഭവം ആയതുകൊണ്ട് അതിനെ നിരോധിച്ചു. എന്നിട്ടും അതിൽ തെറ്റില്ല എന്ന് വിചാരിക്കുന്ന മനുഷ്യർ ലോകത്ത് ജീവിക്കുന്നുണ്ട്. ആ അത് ക്രിമിനൽ പ്രവർത്തനമാണ്. അത് ആര് ചെയ്താലും. അല്ലല്ല, അങ്ങനെ ക്രിമിനൽ പ്രവർത്തനത്തില്ല. അത് ഓഫീസിലേക്ക് ഒരാൾ മുമ്പിൽ നടക്കുന്നുണ്ട്. അതിപ്പോ ഇതൊന്നും പറയുന്നില്ല, വസ്ത്രത്തിന്റെ ഒന്നും പറയില്ല. ബാക്കിയുള്ളതെല്ലാം ഒരേ യൂണിഫോം ഇട്ട ആളുകളായിരിക്കും. എന്നിട്ട് അവർ പിന്നാലെ പോകുന്നു, ഓഫീസിൽ കൊണ്ടുപോയി ഇരുത്തുന്നു. പിന്നെ അവിടെ ചിലവര് മണിക്കൂറിന് വന്നുകൊണ്ട് എടുത്തു പോകണു, പിന്നെ തിരിച്ചു കൊണ്ടുവന്നാക്കുന്നു. അതേപോലെ മന്തിൽ പോകുന്നു. സ്ഥിരമായിട്ട് മണിക്കൂറിന് പോകുന്നവരെ കൂട്ടിയിട്ടാണ് ഈ രാവിലെ പോകുന്നത് ഓഫീസിലേക്ക്. പിന്നെ ഓഫീസിൽ ഇരുത്തി പിന്നെ അവരെ തിരിച്ചു കൊണ്ട് അങ്ങനെ ഒരു 8-10 പേര്, അതായത് ലേഡീസ് ആണ്, 8-10 പേര് ഒരേപോലത്തെ കൊണ്ടുപോയി ഇരുത്തി വൈകുന്നേരം തിരിച്ചു കൊണ്ടുവരുന്നത് സ്ഥിരം നമ്മൾ കാണുന്നത്. അപ്പൊ ഇങ്ങനത്തെ റിയാലിറ്റി ഇതൊന്നും സ്ലേവറി അല്ല സുഹൃത്തെ. അവിടെ ഏതെങ്കിലും തരത്തിൽ അവിടെ ഏതെങ്കിലും മനുഷ്യാവകാശ ലംഘനം നടക്കണമെങ്കിൽ ഇല്ലല്ല, ഈ സ്ലേവറി എന്ന് പറയുന്ന സാധനം ഇതുമായിട്ട് നിങ്ങൾക്ക് സമീകരിക്കാൻ കഴിയില്ല. അതെങ്ങനെയാണ്? നിങ്ങൾ നോക്കൂ, നിങ്ങളിപ്പോ ഈ പറയുന്ന രീതിയിൽ ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഏത് ഭാഗത്തുനിന്ന് ചിന്തിക്കേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ഒന്നുമല്ല, ഇങ്ങനെയൊന്നും നമുക്ക് ഇതിനെ ന്യായീകരിക്കാൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഈ പറഞ്ഞ രീതിയിലുള്ള ലേബർ സപ്ലൈ ചെയ്യുന്ന കമ്പനികൾ, ആ ലേബർ സപ്ലൈ ചെയ്യുന്ന കമ്പനികളുമായി ബന്ധപ്പെട്ട് അവിടെ ഏതെങ്കിലും തൊഴിൽ ചൂഷണം നടക്കുന്നുണ്ടെങ്കിൽ, അവിടെ ഏതെങ്കിലും മനുഷ്യാവകാശ ലംഘനം നടക്കുന്നുണ്ടെങ്കിൽ, അവരുടെ അവകാശങ്ങൾ നിഷേധിക്കുന്നുണ്ടെങ്കിൽ അത് ക്രിമിനൽ കുറ്റാണ്. അത് വേറെ സംഭവമാണ്. അതെങ്ങനെയാ സ്ലേവറി ആയിട്ട് നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ പറ്റുക? സ്ലേവറി എന്ന് പറഞ്ഞാൽ ഈ നിൽക്കുന്ന ആളുകൾ, ഞാൻ പറഞ്ഞുതരാം, ഈ നിൽക്കുന്ന ലേബർ കോൺട്രാക്റ്റിൽ വന്നിട്ടുള്ള ആളുകൾ, ആ കമ്പനികൾ ഈ പറയുന്ന മനുഷ്യന്മാരുടെ ശരീരത്തിന്റെ മുഴുപ്പും അളവും ഒക്കെ നോക്കി വേറൊരു കമ്പനിക്ക് ഈ ശരീരങ്ങൾ വില പറഞ്ഞ് വിൽക്കുന്ന ഏർപ്പാടാണ് അടിമത്തം. കാലത്തിനനുസരിച്ച് മാറി പറഞ്ഞാൽ എങ്ങനെ? കാലത്തിനനുസരിച്ച് മാറി. 10,500 കൊല്ലം കഴിഞ്ഞില്ലേ? അല്ല, ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിപ്പോ അവിടെ നിങ്ങളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിപ്പോ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. നിങ്ങൾ ആ കമ്പനിയുടെ അടിമയാണോ? അടിമയല്ല. അല്ല. അതേ സമയത്ത് നിങ്ങൾക്ക് ഒരു മിനിറ്റ്, നിങ്ങളുമായിട്ട് ജോബ് കോൺട്രാക്ട് ഉണ്ടാവും. നിങ്ങളുടെ ജോബ് എന്താണ്, റോൾ എന്താണ്, റെസ്പോൺസിബിലിറ്റി എന്താണ്, നിങ്ങളുടെ ടാർഗറ്റ് എന്താണ്, അതിൽ വരുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ റെന്യൂമറേഷൻ എന്താണ്, അതിൽ നിങ്ങളുടെ സാലറി എന്താണ്, നിങ്ങളുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങൾക്ക് എന്തൊക്കെ ആനുകൂല്യങ്ങൾ കിട്ടും, നിങ്ങൾക്ക് എന്തൊക്കെ ഇൻസെന്റീവ് കിട്ടും, നിങ്ങൾ എത്ര മണിക്കൂറാണ് വർക്ക് ചെയ്യേണ്ടത്, അതിന് മുകളിലോട്ട് വർക്ക് ചെയ്യേണ്ടി വന്നാൽ അതിന് അഡീഷണൽ എത്ര നമുക്ക് ബെനിഫിറ്റ് കിട്ടും. ഇത് നിങ്ങൾ മ്യൂച്വലി അഗ്രി ചെയ്തിട്ടുള്ള ഒരു കോൺട്രാക്ട് ആണ്. അതിന് നിങ്ങൾക്ക് അത് അല്ല സ്ലേവറി. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമില്ല. ഇപ്പൊ ഒരു പോത്ത് കൂട്ടം തീരുമാനിച്ചിട്ടാണോ ഇപ്പോ ട്രാക്ടറും കാര്യങ്ങളൊക്കെ വന്നത്? അല്ലല്ലോ. ഇത് നോക്കൂ, ഇത് നമുക്ക് LKG വാദം പോലും പറയാൻ പറ്റില്ല. അങ്ങനല്ല പറയണേ. അവര് വിചാരിച്ചിട്ടാണോ ഈ ലോകത്തിന്റെ മാറ്റത്തിൽ അവർക്ക് കുറച്ച് പണി കുറഞ്ഞില്ല? നിങ്ങൾ അപ്പൊ അടിമകൾ വിചാരിച്ചത് കൊണ്ടല്ല അടിമത്തം നിർത്തലാക്കിയതെന്നല്ല നിങ്ങളെ വാദം? അല്ല, അതാ ലോകത്തിന്റെ ഒരു കുത്തൊഴുക്കിൽ ഇങ്ങനെ സംഭവിച്ചു പോകുന്ന മാറ്റങ്ങളായിട്ട് മാറ്റങ്ങൾ തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. മനുഷ്യർ ഉടമ സമ്പ്രദായം ഇപ്പോഴും നിലനിൽക്കുന്നത്. അടിമ ഉടമ സമ്പ്രദായം ഇപ്പോൾ നിലനിൽക്കുന്നില്ല. നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് ഇല്ലീഗലാണ്, ക്രിമിനൽ കുറ്റാണ്. അങ്ങനെ ഞാൻ പറയുന്നില്ല. ഞാൻ അങ്ങനെ തന്നെ പറയും. നിങ്ങൾ പറഞ്ഞോളി. നിങ്ങൾ ഒരു കമ്പനിയുടെ പേര് പറയും. അടിമ ഉടമ ബന്ധം നിലനിൽക്കുന്ന ഒരു വ്യവസ്ഥിതി പറയും. അതൊക്കെ നമ്മള് കൂടുതലായിട്ട് അടുത്ത് ചെല്ലുമ്പോ അതാ ഞാൻ പറഞ്ഞു, ഇതിന്റെ അണ്ടർഗ്രൗണ്ടിൽ മനുഷ്യ ഈ അടിമത്തത്തിലൊന്നും കുഴപ്പമില്ലാന്ന് അതായത് വീട്ടിൽ താമസിക്കുന്ന ഗദ്ദാമമാര് അവർക്ക് അവകാശപ്പെട്ടതാണെന്ന് ചിന്തിക്കുന്ന കഫീലമാരില്ലേ ലോകത്ത്? ഉണ്ട്. അത് ഈ ഇസ്ലാം കൊടുത്തിട്ടുള്ള ഹാങ് ഓവർ ആണ്. നമ്മുടെ നാട്ടിലില്ലേ? എങ്ങനെ? അത് ഞാൻ പറഞ്ഞ അത് അനുവദനീയമാണെന്ന് ചിന്തിക്കുന്നവരുണ്ട്. അല്ല, അങ്ങനെയല്ല. മിസ്യൂസ് ചെയ്യുന്നവരോ, പറഞ്ഞുതരാം, മിസ്യൂസ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തില് ചൂഷണം ചെയ്യുന്നവരെ കുറിച്ചല്ല ഞാൻ പറയണത്. ഇത് ലെജിറ്റിമൈസ് ചെയ്യപ്പെട്ട് ഇത് ഹലാലാണ്, എനിക്ക് അവകാശപ്പെട്ടതാണ് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ആ ചിന്തയുടെ ആധാരം ഇസ്ലാമാണ്.
മനസ്സിലായോ? അടിമത്തം എന്ന് പറയുന്നത് എന്തിനാണ് നമ്മൾ ന്യായീകരിക്കുന്നത്? അടിമത്തം ഇല്ലാതാക്കേണ്ട സാധനം തന്നെയായിരുന്നു, അത് മനുഷ്യർ ഇല്ലാതാക്കി. വിചാരിക്കരുത്, ഞാൻ അതിനെ ഒരിക്കലും ന്യായീകരിച്ചും പിന്നെ വളച്ചു. അത് നമ്മൾ ഇതൊക്കെ കേൾക്കുന്ന ആൾക്കാർ തീരുമാനിക്കുന്നത്. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ? അതായത് ഇന്നും ഞാൻ പറയാം, മോഡേൺ സ്ലേവറി എന്നൊരു അംബ്രല്ല ടേം ഉണ്ട്, ഒരു ടേം ഉണ്ട്. ആ ടെർമിനോളജിയിൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്ന സകല സംവിധാനങ്ങളെയും പരാമർശിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഇപ്പൊ നിലനിൽക്കുന്നതിൽ കഫാലത്താണ്. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. പിന്നെ ബോണ്ടഡ് ലേബറുകൾ, ഇങ്ങനെ കുറെ സാധനങ്ങൾ, ഡെപ്റ്റ് ബോണ്ടേജ്, ഇങ്ങനെ കുറെ സാധനങ്ങൾ ഇല്ലീഗലാണ്. എന്നിട്ടും അത് ചിലയിടത്ത് നടക്കുന്നുണ്ട്, മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്നു. അതില്ലാതാക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും മനുഷ്യ സമൂഹത്തിന് എന്നതാണ് ഗവൺമെന്റുകളും ആഗോള സമൂഹവും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെന്റെ ഭാഗം ഇത് മാത്രമേ ഉള്ളൂ. അതായത് കാലത്തിനനുസരിച്ച് വന്ന ഒരു മാറ്റം, കാലത്തിനനുസരിച്ചിട്ടാണ് എല്ലാ മാറ്റങ്ങളും ഉണ്ടാവുക. ആ കാലത്തിനനുസരിച്ച് മാറ്റം ഉണ്ടാകും എന്നതിനെ അംഗീകരിക്കാത്ത ഒരു മതമാണ് ഇസ്ലാം എന്നുള്ളതാണ് ഇസ്ലാമിന്റെ പ്രശ്നം. അത് ഞങ്ങളോട് തുടക്കത്തിൽ പറഞ്ഞു. നിയമത്തിന്റെ 4-1 നിയമങ്ങൾ പണ്ടുണ്ടായിരുന്നു. ആ യാഥാർത്ഥ്യ ബോധം ഇസ്ലാമിന് ഇല്ലാത്തതാണ് ഇസ്ലാമിന്റെ പരാജയം. അതാണ് പറഞ്ഞത്. അതായത് ആ യാഥാർത്ഥ്യ ബോധമുള്ള ദൈവവും പ്രവാചകനും, ഒരു മിനിറ്റ്, ആ യാഥാർത്ഥ്യ ബോധമുള്ള ഒരു ദൈവവും പ്രവാചകനും എല്ലാ കാലത്തേക്കുള്ള ഏറ്റവും ഉത്തമമായ മാറ്റമില്ലാതെ തുടരേണ്ട നിയമ പുസ്തകം 6-ാം നൂറ്റാണ്ടിൽ തുന്നിക്കൂട്ടി വെക്കൂലല്ലോ. അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇസ്ലാമിലെ അടിമത്തം വിമർശിക്കപ്പെടുന്നത്. ആ അവകാശവാദം എടുത്തു കളഞ്ഞു നോക്കിയേ. അതായത് ഈ പുസ്തകത്തിൽ എഴുതിയത് എന്താണോ അതാണ് ലോകാവസാനം വരെയുള്ള എല്ലാ മനുഷ്യർക്കും ഏറ്റവും ഉത്തമമായ, ഏറ്റവും നല്ല നിയമം എന്ന അവകാശവാദം ഇസ്ലാം ഒഴിവാക്കിയാൽ, അല്ലെങ്കിൽ അതിൽ ഇനി ഒരു മാറ്റം ഉണ്ടാവാൻ പാടില്ല, മാറ്റിത്തിരുത്തലുകൾ ആവശ്യമില്ല, അത് സമ്പൂർണ്ണമാണ് എന്നുള്ള അവകാശവാദം ഒഴിവാക്കിയാൽ പിന്നെ നമുക്ക് ഇസ്ലാമിലെ അടിമത്തത്തെ വിമർശിക്കേണ്ട കാര്യമല്ല. കാരണം കാലികമായിട്ടുള്ള നിയമങ്ങൾ പരിഷ്കരിക്കണം. തെറ്റും ശരിയും മനുഷ്യന് പുതിയ പുതിയ കാലത്ത് പുതിയ ബോധ്യങ്ങൾ ഉണ്ടാവും. അതിനടിസ്ഥാനത്തിൽ മനുഷ്യർ അതൊക്കെ പരിഷ്കരിച്ച് മുന്നോട്ട് പോകും. ആ നിലപാടിലേക്ക് ഇസ്ലാം വന്നാൽ ഇസ്ലാമിലെ അടിമത്തത്തിനെതിരെ വിമർശനമില്ല. അല്ലേ, കാലത്തിനനുസരിച്ച് പുതിയ ബോധ്യങ്ങൾക്ക് അനുസരിച്ചൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ആ ബോധ്യം ഇസ്ലാമിന് വരികയും ഇസ്ലാമിക സമൂഹം അല്ലെങ്കിൽ ഇസ്ലാമിക ലോകം മതത്തിന്റെ അഭിപ്രായമായിട്ട് അത് കൃത്യമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്താൽ അന്ന് നമ്മൾ ഇസ്ലാമിന്റെ 6-ാം നൂറ്റാണ്ട് വിമർശനം അവസാനിപ്പിക്കും. ഈ വിമർശനം ഉണ്ടാവുന്നതിന്റെ കാരണം ഈ അവകാശവാദമാണ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. എങ്ങനെ? അതെ, സമ്പൂർണമായി എങ്കിൽ അതിൽ തിന്മകൾ ഉണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. മാനവികത പറയുന്നുണ്ട് നമ്മളെ ഈ മാനവികത പറയുന്നുണ്ടല്ലോ, മാനവികത മാത്രം മതി. ഇപ്പൊ നിങ്ങൾ പറയാറുണ്ട് ഞാനൊരു മാനവികതനാണ്. പോരാ, മാനവികത മാത്രം പോരാ സുഹൃത്തെ. നമ്മൾ എന്താ പറയുക, ഇത് നമ്മളിങ്ങനെ ഓരോന്ന് ചെറിയിപ്പിക്ക് ചെയ്തിട്ട് കാര്യമില്ല. ജീവജാലങ്ങൾ, ലോകത്തിലുള്ള എല്ലാ ജീവജാലങ്ങളും ബന്ധപ്പെട്ട നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളതല്ലേ എല്ലാവരും. ഇപ്പൊ നമ്മളോട് വെച്ചിട്ടാണ് ഇപ്പൊ നമ്മൾ ആളായത് അല്ലല്ലോ. അല്ല. അപ്പൊ മാനവികത മാത്രമാണ് ഒരു മനുഷ്യന്റെ ചിന്തിതാക്കുന്നത്. എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. അല്ല, നിങ്ങളെ വീഡിയോ പല കണ്ടിട്ടുണ്ടായിരുന്നു, കേട്ടിട്ടുണ്ടായിരുന്നു. മാനവികതയാണ് എന്റെ ഇതെന്ന് പറയുന്നുണ്ട്. അത് നമ്മളുടെ ഒരു പരിമിതിയാണ്. അതിനും അപ്പുറത്തേക്ക് നമ്മൾ വളരണം. നമ്മൾ അറ്റ്ലീസ്റ്റ് മാനവികവാദിയെങ്കിലും ആവുക എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. അതിലപ്പുറത്തേക്ക് മറ്റേ നമ്മളോട് ചോദിച്ചിട്ടല്ലേ നമ്മൾ മനുഷ്യനായത്. അപ്പൊ എല്ലാതും വേണമെന്നുള്ളൊരു കാഴ്ചപ്പാടാണ് എന്റെ. എല്ലാ ജീവജാലങ്ങളോടും നമ്മളൊരു, അതാ പറഞ്ഞ, അതിനാണ് ഹ്യൂമെയിൻ ആയിട്ടുള്ള, ഹ്യൂമാനിറ്റിക്ക് അപ്പുറത്തേക്ക് ബീങ് ഹ്യൂമെയിൻ എന്നൊക്കെ പറയുന്നത്. മനുഷ്യന് മാത്രമല്ല, പ്രകൃതിയും നദിയും വായുവും അന്തരീക്ഷവും ഇതിനെ കൂടി പരിഗണിക്കുന്ന തരത്തിൽ നമ്മളുടെ മാനവിക ബോധം വികസിക്കണം എന്നുള്ളതാണ് ആധുനിക കാലത്തെ മനുഷ്യരുടെ ആഗ്രഹം. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ മനുഷ്യരെങ്കിലും ആവുക, മനുഷ്യർക്ക് വേണ്ടിയെങ്കിലും നിലപാടെടുക്കുക എന്നുള്ളതാണല്ലോ. അങ്ങനെ തന്നെയാണല്ലോ ഇത്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട്. നമ്മൾ ഒന്നുമില്ലാത്തതിനെ, അതെ, നമ്മളെ മനസ്സ് എത്ര വിശാലമാക്കാൻ പറ്റുമോ അത്രയും വിശാലമായിട്ട് ചിന്തിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. അതിൽ ഏറ്റവും നിർബന്ധമായിട്ടുള്ളതും ഏറ്റവും മിനിമം ആയിട്ടുള്ളതാണല്ലോ എല്ലാ മനുഷ്യരെയും കുറിച്ചൊരു കരുതലും പരിഗണനയും അവരെ കുറിച്ചുള്ള ചിന്ത ഉണ്ടാവുക എന്നുള്ളതാണ്. അതാണ് മാനവികവാദി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ശരി, ഓക്കെ, താങ്ക് യു.